ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മുട്ടക്കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് ഞാനിവിടെ 6 മുട്ട എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 5 വെളുത്തുള്ളിൻ്റെ ഇല്ലി പേസ്റ്റ് ആക്കിയതാണ്, ചെറിയൊരു ഇഞ്ചി കഷ്ണം പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, പട്ട ചെറിയൊരു കഷ്ണം, 2 ഏലക്കായി, 2 ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം, അരമുറി തേങ്ങ ചിരകിയത്, കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് മുട്ടക്കറിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് മുട്ടക്കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായി ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂണ് പെരിഞ്ജീരകം. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. തേങ്ങ പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പൊ തേങ്ങ നന്നായി പേസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. മുട്ടക്കറി വെക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ചട്ടി ചൂടായി വന്നു. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് മുട്ടക്കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വല്ലുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഉള്ളി നന്നായി വാടി സോഫ്റ്റ് ആയി വരട്ടെ. അതോടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ആ പച്ചമണൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി കട്ട് ചെയ്തതാണിത്. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് തക്കാളി നല്ല പോലെ വെന്ത് വരട്ടെ. അതോടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ്, ഉപ്പ് 1/2 സ്പൂണ്, ഗരം മസാല 1/2 സ്പൂൺ. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം.
കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ആ ജാറിലുള്ള തേങ്ങ ഒക്കെ ഒന്ന് ശരിക്ക് പോന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഇനി കറി നന്നായി ഒന്ന് തിളച്ച് മസാല ഒക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അതോടെ നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പൊ കറി നന്നായി 10 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഒന്നിങ്ങനെ കത്തി കൊണ്ട് ഒന്നിങ്ങനെ ജസ്റ്റ് വരട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയിൽ ആ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് മുട്ടയിൽ മസാല ഒക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ 5 മിനിറ്റ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തിന്റെയും അപ്പത്തിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മുട്ടക്കറിയിലേക്ക് ചെറുള്ളി വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ഇതിട്ട് കൊടുക്കുകയാണ്. ഉള്ളി നന്നായി ചുമന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.